നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 20/6/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയോടെ റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചെങ്കിലും അവസാനം ഇപ്പോൾ നിരാശയാണ്. റബ്ബർ വില വീണ്ടും താഴുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക കർഷകരും. കാരണം ഒരേക്കർ റബ്ബർ തോട്ടം പരിപാലിക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് ഏതാണ്ട് 15,000 രൂപയാണ് വേണ്ടി വരുന്നത്. കാരണം കാട് പറിക്കൽ, വളയിടിയിൽ, റെയിൻ ഗാർഡ് മുതലായവയ്ക്ക് ഏകദേശം 15,000 രൂപയാണ് വേണ്ടി വരുന്നത് മിനിമം. വില കുറഞ്ഞാൽ പ്രയോജനമില്ലാതാവുമോ കർഷകർക്ക്? ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 225, RSS 5 കിലോ 270, ISN 20 226, ലാറ്റക്സ് 60% ELCL 168 രൂപ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 275, RSS 5 കിലോ 270, അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 262, RSS 5 കിലോ 259. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 167, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 125 രൂപ 25 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 298 രൂപ 3 പൈസ, RSS 5 കിലോ 297 രൂപ 60 പൈസ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 269 രൂപ 50 പൈസ, RSS 4 കിലോ 269, RSS 5 263, ലോട്ട് 230. ഒട്ടുപാൽ നോക്കുമ്പോൾ 157 വരെ. ഈ കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പോൾ ലൂസ് കിലോ 263, ലോട്ട് 226 മുതൽ 231 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 232, ഫാക്ടറി വില 242. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ബാരലിന് 11,600, 30% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 13,920, 35% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 16,240, 40% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 18,560. 1 ലിറ്റർ പാലിന് 70 രൂപയാണ്. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 267, RSS 5 കിലോ 262, ISN 20 219 രൂപ 50 പൈസ മുതൽ 220 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 146 മുതൽ 158 രൂപയാണ്. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. കേരളത്തെ മറ്റു വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 13,370, 1 പവൻ 1,06,960. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായ VD സതീശൻ്റെ കന്നി ബഡ്ജറ്റിൽ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടും. അതിനായി 10 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നല്ല കാര്യമാണ്. കാര്യം ഇപ്പോൾ ആശുപത്രി ചിലവ് വൻ ചിലവ് തന്നെയാണ്. ഒരു ആശുപത്രി ചെറിയ ചിലവിനായാലും നല്ല പൈസ മുടക്കേണ്ടി വരും സാധാരണക്കാർ. പദ്ധതി എത്രയും വേഗം നടപ്പിലാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി.